ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് LSSന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡ് വണ്ണിനെ പറ്റിയാണ്. എന്താണ് ഓഡ് വൺ? ഓഡ് വൺ എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കുറെ ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്തതായിരിക്കും. അതിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമായും LSSന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ കുറച്ച് വർക്ക്സ് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തത് സോവിങ്, ഡിഗ്ഗിങ്, ഡാൻസിങ്, റീപ്പിംഗ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, സോവിങ്, ഡിഗ്ഗിങ്, ഡാൻസിങ്, റീപ്പിംഗ് മൂന്നെണ്ണം ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരെണ്ണം മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നു. അത് ഏതായിരിക്കും ഇതില്? ഡാൻസിങ് അല്ലെ? ബാക്കിയെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. അപ്പൊ ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് ഡാൻസിങ് ആണ്. രണ്ടാമത്തെ നോക്കാം, കിങ്, ഫാർമർ, പ്രിൻസ്, ക്വീൻ. എപ്പോഴും നമുക്ക് ചോദ്യം കിട്ടുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ 2-3 തവണ ഇത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഒരേപോലെ മീനിങ് വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളെ നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ട് ഏതാണോ ഒറ്റപ്പെട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ ഓഡ് വൺ ആയിട്ട് കണ്ടെത്തേണ്ടത്. കിങ്, ഫാർമർ, പ്രിൻസ്, ക്വീൻ ഇതില് ഓഡ് വൺ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. കിങ്, പ്രിൻസ്, ക്വീൻ ഇത് മൂന്നും ഒരു പാലസും കിങ്ഡം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ്. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓഡ് വൺ ഏതാണ്? ഫാർമർ. ഏതാണ്? ഫാർമർ. മൂന്നാമത്തെ നോക്കിക്കേ, പ്ലാന്റ്, പാലസ്, കോർട്ട്യാർഡ്, കിങ്ഡം. ഇതും വീണ്ടും വായിച്ചു നോക്കുക നമ്മള്. പ്ലാന്റ്, പാലസ്, കോർട്ട്യാർഡ്, കിങ്ഡം. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാലസും കോർട്ട്യാർഡും കിങ്ഡവും പാലസും കിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ്. ഇതിൽ ഒറ്റപ്പെട്ട് വരുന്ന ഓഡ് വൺ ഏതാണ്? പ്ലാന്റ്. പ്ലാന്റ് എന്താണ്? ചെടി. പാലസ് എന്ന് പറയുമ്പോൾ കൊട്ടാരം, കോർട്ട്യാർഡ് മുറ്റം, കിങ്ഡം ഭരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കിങ്ഡം അല്ലെങ്കിൽ ആ റൂളിനെയാണ് പറയുന്നത്. അപ്പൊ ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് പ്ലാന്റ് ആയിരിക്കും. ഫോർത്ത് വൺ നോക്കിക്കേ, സീഡ്, പ്ലാന്റ്, വാട്ടർ, ട്രീ. ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത് വാട്ടർ ആണ്. ബാക്കി 3 വേർഡ്സും സിമിലർലി വരുന്ന വേർഡ്സ് ആണ്. വാട്ടർ മാത്രമാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിൽ ഓഡ് വൺ വാട്ടർ ആണ്. അഞ്ചാമത്തെ നോക്കാം, ഓട്സ്, പീസ്, ബീൻസ്, ഹോണസ്റ്റ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? ഇതിൽ ഓഡ് വൺ ഏതാണ്? ഹോണസ്റ്റ് ആണ്. ഓട്സ്, പീസ്, ബീൻസ്, ഹോണസ്റ്റ്. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധമായ എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അടുത്ത് നോക്കിക്കേ, സണ്ണി, ക്ലൗഡി, ഷൈനി, റെയിനി. ഇതിൽ ഏതാണ്? സണ്ണി, ക്ലൗഡി, ഷൈനി, റെയിനി. സണ്ണി എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള കാലാവസ്ഥ, ക്ലൗഡി മേഘാവൃതമായിരിക്കുന്നു, റെയിനി മഴയുള്ളത്. അപ്പൊ ഇത് മൂന്നും എന്ന് പറയുന്നത് ഒരു സീസൺ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ സൂചിപ്പിക്കുന്നു. ഷൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? തിളങ്ങുന്ന. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഓഡ് വൺ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആള്. അതാണ് ഓഡ് വൺ. 7th വൺ നോക്കിക്കേ, ഫ്രൂട്ട്സ്, ചിൽഡ്രൻ, വെജിറ്റബിൾസ്, ക്രോപ്സ്. ഒന്നും കൂടെ നോക്കുക, ഫ്രൂട്ട്സ്, ചിൽഡ്രൻ, വെജിറ്റബിൾസ്, ക്രോപ്സ്. ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് എളുപ്പം കണ്ടുപിടിക്കുക അല്ലെ? ചിൽഡ്രൻ ആണ് ഇതിലെ ഓഡ് വൺ. എന്തുകൊണ്ടാ? ബാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്രോപ്സ് മീൻസ് വിളകൾ, ഇതെല്ലാം ഒരേപോലെ വരുന്ന വേർഡ്സ് ആണ്. ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ്. അപ്പൊ മക്കളെ, LSSന് വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. 1 മാർക്കിന് എന്തായാലും നമുക്കൊരു ഓഡ് വൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.